ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 3-ലെ 7-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമഥതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ഈ 3-ാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളിലെല്ലാം മേൽപ്പത്തൂർ ഭഗവാനോട് തൻ്റെ രോഗക്ലേശങ്ങളെ അകറ്റിത്തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ശ്ലോകത്തിലെ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നോക്കാം. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം. വിധൂയ അകറ്റിയിട്ട് മാറ്റിയിട്ട്, ക്ലേശാൻ ക്ലേശങ്ങളെ രോഗക്ലേശങ്ങളെ, മേ എൻ്റെ, കുരു ചെയ്താലും, എൻ്റെ രോഗക്ലേശങ്ങളെ അകറ്റിത്തന്നാലും, അകറ്റുക, എൻ്റെ രോഗക്ലേശങ്ങളെ അകറ്റുക എന്ന ദയ ചെയ്താലും, ചരണയുഗ്മം ചരണം കാലുകൾ, ചരണയുഗ്മം ഇരുകാലുകളെയും, ധൃതരസം ആരോഗ്യമുള്ളതാക്കി ചെയ്താലും, ഉത്സാഹമുള്ളതാക്കി ചെയ്താലും. ധൃതരസം എന്നാൽ ഉത്സാഹമുള്ളത്, ആരോഗ്യമുള്ളത്. അപ്പോൾ ഭഗവാനെ എൻ്റെ ഇരുകാലുകളെയും ആരോഗ്യമുള്ളതാക്കി എൻ്റെ രോഗക്ലേശങ്ങളെ അകറ്റിത്തന്നാലും. ഭവത് ക്ഷേത്രപ്രാപ്തൗ, ഭവത് അങ്ങയുടെ ക്ഷേത്രപ്രാപ്തൗ ക്ഷേത്രത്തെ പ്രാപിക്കുവാൻ, ക്ഷേത്രത്തിലെത്തുവാൻ. ഭഗവാനെ എൻ്റെ ഇരുകാലുകളെയും, എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റിയിട്ട് എൻ്റെ ഇരുകാലുകളെയും ഉത്സാഹമുള്ളതാക്കി തന്നാലും. എന്തിനാണെന്ന് വെച്ചാൽ അങ്ങയുടെ ക്ഷേത്രത്തിൽ എത്തുവാനായിട്ട്. കരമപിച്ച തേ പൂജനവിധൗ, കരം കൈകൾ, കരമപിച്ച കൈയുകളെയും, തേ അങ്ങയുടെ പൂജനവിധൗ പൂജാവിധികളെ യഥോചിതം ചെയ്യുവാനായിട്ട്, ധൃതരസം ഗുരു ഉത്സാഹമുള്ളതാക്കി ചെയ്താലും. അപ്പോൾ ഈ ആദ്യത്തെ 2 വരികളുടെ അർത്ഥം ഒരുമിച്ച് പറയുമ്പോൾ, ഭഗവാനെ എൻ്റെ രോഗങ്ങളെ അകറ്റി എൻ്റെ 2 കാലുകളെയും നിന്തിരുവടിയുടെ ക്ഷേത്രത്തിലെത്താനും എൻ്റെ കൈകളെ അങ്ങയുടെ പൂജ ചെയ്യാനും ഉത്സാഹഭരിതമാക്കി തന്നാലും, ചെയ്താലും. അടുത്ത 2 വരികളുടെ അർത്ഥം നോക്കാം. ഭവന്മൂർത്യാലോകേ നയന മഥതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. ഭവന്മൂർത്യാലോകേ നയന, ഭവൻ അങ്ങയുടെ മൂർത്തി വിഗ്രഹം, ആലോകേ കാണുവാൻ, അങ്ങയുടെ വിഗ്രഹത്തെ കാണുവാൻ, അങ്ങയുടെ രൂപത്തെ കാണുവാനായിട്ട്, നയന കണ്ണുകളെയും, ധൃതരസം ഗുരു ഉത്സാഹവും ആരോഗ്യവും ഉള്ളതാക്കി ചെയ്താലും. അധതേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം, അധ അതുകൂടാതെ, തേ അങ്ങയുടെ പാദതുളസീ പരിഘ്രാണേ പാദത്തിൽ അർപ്പിച്ചിരിക്കുന്ന തുളസീദളങ്ങളെ, പരിഘ്രാണേ വാസനിക്കുവാനായിട്ട്, ഘ്രാണം എൻ്റെ മൂക്കിനെയും, ധൃതരസം ഗുരു ഉത്സാഹഭരിതമാക്കി ആരോഗ്യമുള്ളതാക്കി ചെയ്താലും. ശ്രവണമപി തേ ചാരുചരിതേ, ശ്രവണം ചെവികളെ, ശ്രവണമപി ചെവികളെയും, തേ അങ്ങയുടെ, ചാരുചരിതേ മധുരസുന്ദരമായ കഥകൾ കേൾക്കുവാനായി, ധൃതരസം ഗുരു ഉത്സാഹഭരിതമാക്കി ചെയ്താലും. അവിടുത്തെ സുന്ദരമായ തിരുവുടൽ കാണാനായി എൻ്റെ കണ്ണുകളെയും, അവിടുത്തെ സുന്ദരമായ തിരുവുടൽ കാണാനായി എൻ്റെ 2 കണ്ണുകളെയും, അങ്ങയുടെ തൃപ്പാദത്തിലെ തുളസീദളങ്ങളെ വാസനിക്കാനായി എൻ്റെ മൂക്കിനെയും, അവിടുത്തെ മധുര കഥകൾ കേൾക്കാനും ആയിട്ട് എൻ്റെ കാതുകളെയും ഉത്സാഹഭരിതമാക്കി തരണമേ ഭഗവാനെ എന്നാണ് ഈ അവസാനത്തെ 2 വരികളിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥമെന്ന് പറയാം. ഭഗവാനെ എൻ്റെ രോഗങ്ങളെ അകറ്റി എൻ്റെ 2 കാലുകളെയും നിന്തിരുവടിയുടെ ക്ഷേത്രത്തിൽ എത്താനും, എൻ്റെ 2 കൈകളെയും അവിടുത്തെ പൂജ ചെയ്യാനും,
അവിടുത്തെ സുന്ദരമായ തിരുവുടൽ കാണാൻ എൻ്റെ കണ്ണുകളെയും അങ്ങയുടെ തൃപ്പാദത്തിലെ തുളസീദളങ്ങളെ വാസനിക്കാനായി എൻ്റെ മൂക്കിനെയും അവിടുത്തെ മധുര കഥകൾ കേൾക്കാനായിട്ട് എൻ്റെ കാതുകളെയും ആരോഗ്യമുള്ളതാക്കിയും ഉത്സാഹമുള്ളതാക്കിയും തന്നാലും ഭഗവാനെ. ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ ഭഗവാനോട് തൻ്റെ രോഗം ശമിപ്പിച്ച് തരണമേ എന്ന് അപേക്ഷിക്കുന്നത് അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കാനോ കുടുംബമായി ജീവിച്ച് സന്തോഷിക്കാനോ ഒന്നുമല്ല, മറിച്ച് ഭഗവാന്റെ ക്ഷേത്രത്തിൽ എത്തുവാനായി തൻ്റെ ഇരുകാലുകളെയും പൂജാവിധികൾ യഥോചിതം ചെയ്യാനായി തൻ്റെ കൈകളെയും ഭഗവാന്റെ സുന്ദരരൂപം ദർശിക്കാനായി തൻ്റെ കണ്ണുകളെയും തൃപ്പാദത്തിൽ അർപ്പിച്ചിരിക്കുന്ന തുളസീദളങ്ങളെ വാസനിക്കാനായി തൻ്റെ മൂക്കിനെയും ഭഗവാന്റെ ആനന്ദാമൃതം പകരുന്ന സുന്ദര കഥകൾ കേൾക്കാനായി തൻ്റെ കാതുകളെയും ആരോഗ്യമുള്ളതാക്കിയും ഉത്സാഹമുള്ളതാക്കിയും തരണമേ എന്ന് മാത്രമാണ് ഭഗവാനോട് മേൽപ്പത്തൂർ അപേക്ഷിക്കുന്നത്. വിധൂയ ക്ലേശാന്മേ കുരുചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയന മധതേ പദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. 8ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.